അപ്പോൾ ഇനിയിപ്പോൾ പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിൽ പറയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നറിയില്ല. കാരണം ദിവസമില്ല, നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലേക്ക് വരികയാണല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പേ അങ്ങനെ ഒരു പ്രഖ്യാപിച്ചിട്ട് കാര്യവുമില്ല. അപ്പോൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അംഗീകരിച്ചുകൊണ്ട് രഞ്ജന ദേശായിയുടെ ജസ്റ്റിസ് രഞ്ജന ദേശായിയെ അംഗീകരിച്ച് വച്ചുകൊണ്ടുള്ള കമ്മിറ്റി കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞു. അവർ DA ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഈ പറയുന്ന കമ്മിറ്റിയെ വെച്ചുകൊണ്ടുള്ള സംവിധാനം, ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കമ്മിറ്റിയെ വെച്ചു. അത് 2024 കമ്മിറ്റിയെക്കുറിച്ചുള്ള ആലോചനകൾ വന്നതാണ്. അത് ഇന്നലത്തെ മന്ത്രിസഭ അത് അംഗീകരിച്ചു. 26 അതായത് 2026 അത് കൊടുക്കും എന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ 27 മുമ്പേ എന്തായാലും കൊടുക്കും. 2016 നേരത്തെ കൊടുത്തത്. 14 കമ്മിറ്റി വെച്ചു. 16 കമ്മിറ്റി ശുപാർശ വന്നു, അത് കൊടുത്തു. പക്ഷേ കേരളത്തിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എവിടെ എന്നൊരു ചോദ്യം സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമാണ്. 67 ലക്ഷം വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻകാർക്ക് 400 രൂപ കൂട്ടിക്കൊടുത്തപ്പോൾ അത് 2500 ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. കൂട്ടിക്കൊടുത്ത എങ്കിലും 400 രൂപ കൂട്ടിക്കൊടുത്തപ്പോൾ ഇനിയിപ്പോൾ 2500 അടുക്കാൻ വളരെ അടുത്തല്ലേ ഉള്ളൂ. കൂട്ടിക്കൊടുത്തപ്പോൾ ഇവിടെ 67 ലക്ഷം വരുന്ന ആളുകളെ ശ്രദ്ധിച്ചപ്പോൾ 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും പെൻഷൻകാരെയും ശ്രദ്ധിച്ചില്ല എന്നൊരു പരാതി, അല്ലെങ്കിൽ അവരെ പരിഗണിച്ചില്ല എന്നൊരാക്ഷേപം വ്യാപകമായി സർവീസ് സംഘടനകൾക്കിടയിൽ വരുന്നുണ്ട്.